ദിവസം തമിഴ്നാട്ടില് നമ്മുടെ ഗൗരി കിഷൻ ഒരു പ്രശ്നം. ഗൗരിയെ എനിക്ക് നേരിട്ട് അറിയാം, ഒരു അനിയത്തി പോലെയാണ്. അവർ വളരെ മെച്ചുവർ ഡീൽ ചെയ്ത കുറച്ച് ഇമോഷണലായി. അവരയാൾ പറയാൻ മുന്നേ കേൾക്കാൻ മനസ്സ് കാണിച്ചു, അവർ മുന്നേ കേട്ടു. പക്ഷെ അയാൾ ചെയ്ത് ശരിയല്ല. പിന്നെ ആകെ പറയാൻ അയാൾക്ക് ഒരു പ്രായമുള്ള മനുഷ്യനാണ്. ആ ഒരു പരിഗണന അവസ്ഥയാണ് കൊടുക്കാമായ പ്രായമായ മനുഷ്യനാണ്. നല്ല ഈഗോ ആണ് അയാൾ കാണിച്ചത്. ചോദ്യം ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യമാണ്. ബോഡി ഷേമിങ് ഇവിടെ മോഹൻലാൽ പല ആൾക്കാർ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. ചോദിക്കാൻ പാടില്ല, ശരിയാണ്. എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇത്ര പ്രായ മനുഷ്യനുണ്ട്. അല്ല, അതല്ല, അയാൾക്കൊരു ഈഗോ ആയിട്ട് മാറിയത്, ഭയങ്കര ഈഗോ ആയിട്ട് മാറി. അത് പ്രായത്തിൻ്റെ വരെ നമ്മൾ കൊടുക്കണം. കാരണം അത് പ്രായമായ ആൾക്കാർക്ക് പല പ്രശ്നം. ലൈംഗികല്ല, അതാ വെയിറ്റിനെ കുറിച്ചാണ് ചോദിച്ചതാ. ഗൗരി കിഷൻ പറയുന്നത് കറക്റ്റാണ്. ഞാൻ ഗൗരി കിഷനെ ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം അവർ വളരെ നന്നായിട്ട് അവർ ഇയാൾ പറയുമ്പോൾ കേൾക്കുകയും ചെയ്തു. മുന്നേ കേൾക്കുകയും നന്നായിട്ടാണ് പറഞ്ഞത്. പക്ഷെ എങ്ങനെ നോക്കിയപ്പോൾ ആൾ വളരെ പ്രായമുള്ള ആളാണ്. പ്രായത്തിന്റെ പ്രശ്നത്തിൽ പറയുന്നതാണ്. അത് നമ്മൾ ആ ഒരു മാനസിക പരിഗണനയും കൊടുക്കണമല്ലോ. ഒരു മാനസിക പരിഗണന നമ്മൾ കൊടുക്കണമല്ലോ. പക്ഷേ ഞാൻ ഗൗരിയാണ് ഫുൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. കാരണം അവർ പറഞ്ഞ കറക്റ്റ് പോയിന്റാണ്. അതിൻ്റെ കൂട്ടത്തിൽ 2 അണ്ണന്മാരുണ്ട്, ഒരു ഡയറക്ടർ ഒരു ആക്ടർ. അതിൽ വാ തുറക്കണേ ഇല്ല. അവന്മാരാണ് ഏറ്റവും ഈ പ്രസ് കോൺഫറൻസ് നടക്കുമ്പോൾ കൂടെ ഡയറക്ടറും ഉണ്ട് ആക്ടറുണ്ട്. അവരൊന്നും വിടുന്നില്ല. ഇവരും ഒറ്റപ്പെട്ട് പോവുകയാണ്. അത് അങ്ങനെ ഇവർക്ക് പേടിക്കണ്ടേ? ഗൗരി കിഷൻ പേടിക്കുന്നുണ്ടോ? ഗൗരി വളരെ ജെന്യൂൻ ആയിട്ടുള്ള ആളാണ്. ഞാൻ ഗൗരിയെ സപ്പോർട്ട് ചെയ്യണം.